അയ്യുമാ ഇംറാഅത്തിന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു പൊന്നുപോലെ ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുക്കാൻ ഭർത്താവിന് വേണ്ടി നീ നിന്റെ വീട്ടിലിരുന്നു കൊണ്ട് അരകല്ലിനകത്ത് നിന്റെ കൈവച്ചുകൊണ്ട് മാവക അരിയങ്ങോട്ടാട്ടിക്കഴിഞ്ഞ ചോറ് വെക്കുന്നതിന് വേണ്ടി അരി വാങ്ങിച്ചു കൊണ്ടുവന്ന് ആ അരി കടുവിയിട്ട് അടുക്കളയിൽ വെച്ചുകൊണ്ട് നിന്റെ മക്കൾക്കോ നിന്റെ ഭർത്താവിനോ സ്നേഹത്തോടെ പടച്ചവന്റെ തൃപ്തി കരുതിക്കൊണ്ട് ആഹാരം വെച്ചു കൊടുത്ത അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ഫാത്തിമ അതിലോരോ അരിമണിയുണ്ടല്ലോ ഓരോ ഗോതമ്പ് കഷ്ണമുണ്ടല്ലോ അതിനനുസരിച്ചിട്ട് അല്ലാഹു നിനക്ക് നന്മ എഴുതും ഫാത്തിമ. നിന്റെ നന്മകൾ അല്ലാഹു എഴുതുകയാ, നിന്റെ ഒരു പാപം അല്ലാഹു പുറത്തു തരികയാ, നിനക്കൊരു ദറജ അല്ലാഹു ഉയർത്തുമെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് ഭർത്താവിന് വേണ്ടി വീട്ടിൽ ചോറ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഓരോ ചോറിലെ ഓരോ മണിക്കനുസരിച്ച് അല്ലാഹു നിനക്ക് പ്രതിഫലം എഴുതുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കരഞ്ഞുകൊണ്ടിരിക്കുന്ന തന്റെ പ്രിയപ്പെട്ട മകളോട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക, അടുക്കളയിൽ നിന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ ജോലി ചെയ്യാറുണ്ട്. ഭർത്താവും അടുക്കളയിൽ കയറില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ അടുക്കളയിൽ നിന്നുകൊണ്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുമ്പോൾ നിന്റെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി വിയർപ്പെന്നാണ് താഴെ വീണത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുകൊണ്ടിരിക്കുന്ന തന്റെ പ്രിയപ്പെട്ട മകളോട് പറഞ്ഞു കൊടുക്കാം, മോളെ ഫാത്തിമ, ഭർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് ഭർത്താവിന്റെ തൃപ്തി കരുതിക്കൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി കരുതിക്കൊണ്ട് നീ നിന്റെ ഭർത്താവിന് വേണ്ടി വീടിനടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുന്ന സമയത്ത് നിന്റെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി വിയർപ്പെങ്ങാണം താഴേക്ക് വീണ അള്ളാഹു നിന്റെ ശരീരത്തിന്റെയും നരകത്തിന്റെയും ഇടയിൽ 7 കിടങ്ങ് കുടിച്ചിടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ ശരീരം നരകത്തിന് ഹറാമാണ്. 7 കടങ്ങ് കഴിഞ്ഞ് നിനക്ക് നരകത്തേക്ക് എത്താൻ കഴിയും. നിന്റെ ശരീരത്തിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി കഷ്ടപ്പെടുന്ന ഭർത്താവ്, ആ ഭർത്താവ് ആത്മാർത്ഥമായി ഭാര്യയും മക്കളെയും സ്നേഹിച്ചുകൊണ്ടാണ് ജോലി ചെയ്യുന്നതെങ്കിൽ നിന്റെ ശരീരത്തിൽ നിന്ന് താഴെ വീഴുന്ന ഒരിറ്റു വിയർപ്പിന് പോലും പ്രതിഫലമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൈകൊട്ടിക്കെട്ട് വീട്ടിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് തന്റെ പ്രിയപ്പെട്ട മകളോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, പൊന്നുമോളെ, നീ നിന്റെ മക്കളുടെ തലയിൽ ഒന്ന് തലോടിയ, നീ നിന്റെ മക്കളുടെ തലയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, അയ്യുമാ ഇംറഅത്തിൻ ദഖലത് റൂസ് ഔലാദിഹാ, നിന്റെ മക്കളുടെ തലയിൽ നീ ഒരൽപ്പം എണ്ണ തേച്ചു കൊടുത്താൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, 1000 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുത്ത പ്രതിഫലം നിനക്ക് എഴുതപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം മക്കളുടെ തലയിൽ അല്പം എണ്ണ തേച്ചു കൊടുത്താൽ കിട്ടുന്ന പ്രതിഫലം. അതിന് സമയമില്ലല്ലോ. ഞാൻ സ്ഥലം